കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയ അങ്കണത്തിൽ കൂറ്റൻ പുൽക്കൂടൊരുങ്ങുന്നു. ഒരു നാട് മുഴുവൻ ഒത്തുചേർന്നുള്ള പ്രയത്നമാണ് ഇതിന്റെ സൗന്ദര്യം. ഇത് വെറും പുൽക്കൂടല്ല, ഇത് കളറാണ്, വേറെ ലെവലാണ്. കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയ അങ്കണത്തിൽ ദേവാലയത്തിന് ചുറ്റുമായി 1 ഏക്കറോളം സ്ഥലത്താണ് ഈ ദൃശ്യവിസ്മയം അണിഞ്ഞൊരുങ്ങുന്നത്. കൊച്ചിൻ ട്രാംവേ, കൂറ്റൻ വിമാനം, ഇന്ത്യ ഗേറ്റ്, ക്രിസ്തുവിന്റെ കാലത്തെ യഹൂദ മാർക്കറ്റ് തുടങ്ങി അമ്പരിപ്പിക്കുന്ന കാഴ്ചകളുടെ സംഗമവേദിയാണിത്. തുടർച്ചയായ 2ാം വർഷമാണ് ഇവിടെ ഇത്തരമൊരു ബൃഹത്തായ സംരംഭം. ഇടവക വികാരി ഫാദർ ഷിബു നെല്ലിശ്ശേരിയുടെ ആശയമാണ് ഇടവകാംഗങ്ങൾ ഒറ്റ മനസ്സായി സാക്ഷാത്കരിക്കുന്നത്. ബാഹുബലി, 2018, കൊണ്ടൽ, തങ്കമണി തുടങ്ങി നിരവധി ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾക്ക് സെറ്റൊരുക്കിയ പ്രഗത്ഭരായ കലാകാരന്മാരുടെ ഒത്തുചേർന്ന പ്രയത്നമാണ് ഇതിൻ്റെ സവിശേഷത. ഇടവക ജനത്തിൻ്റെ ഒത്തിണക്കവും നാട്ടിലെ നാനാജാതി മതസ്ഥരുടെ കൂട്ടായ്മയും ഈ സംരംഭത്തിൻ്റെ ഊർജമാണെന്ന് വികാരി ഫാദർ ഷിബു നെല്ലിശ്ശേരി പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. കൊടുങ്ങ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ പുൽക്കൂട് നിർമ്മിച്ചുള്ള സ്ഥലം. ഇത് ചാലക്കുടിയിൽ നിന്നും ഏകദേശം ഒരു 13 കിലോമീറ്റർ, കൊടകരയിൽ നിന്നൊരു 12 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയിട്ടുള്ള ഒരു ഗ്രാമപ്രദേശമാണ്. ഇതിൻ്റെ ഒരു വശം മലയോര മേഖലയാണ്. കൃഷിക്കാരാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഇത് 2ാമത്തെ വർഷമാണ്. ഞാൻ എല്ലാ വർഷവും ക്രിസ്മസിനോടനുബന്ധിച്ച് എത്ര മനോഹരമാക്കാമോ ക്രിസ്മസ് അതുപോലെ മനോഹരമാക്കാൻ പരിശ്രമിക്കാറുണ്ട്. ഈ വർഷം ഞങ്ങൾ കുറച്ചും കൂടി ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. വരുന്നവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്ന വിധത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ട്രാംവേ ലൈൻ കടന്നു പോകുന്ന ഒരു വഴിയായിരുന്നു. പണ്ടത്തെ കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ എന്ന് വിശേഷിപ്പിക്കാവുന്ന ബ്രിട്ടീഷുകാർ പണിത ഒരു തീവണ്ടി സംവിധാനം. പറമ്പിക്കുളത്ത് നിന്ന് മരങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ആ ഒരു ഓർമ്മ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പുൽക്കൂടിൻ്റെ എൻട്രൻസ് തന്നെ ഒരു ട്രാംവേ ട്രെയിനിൻ്റെ അന്നുണ്ടായിരുന്ന ട്രാംവേ ട്രെയിൻ നമ്മളിങ്ങനെ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ്. അതിവിടെ എൻട്രൻസിലുണ്ട്. അതിൻ്റെ അടിയിലൂടെയാണ് നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത്. പിന്നെ നമുക്ക് കുട്ടികളൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു 52 അടിയോളം നീളത്തിലുള്ള ഒരു ഫ്ലൈറ്റ് ശരിയാക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യ ഗേറ്റ് ഡൽഹിയിൽ പോയി കാണാൻ പറ്റാത്തവർക്ക് ഇവിടെ വന്ന് കാണാനും ഫോട്ടോ ഒക്കെ എടുക്കാനുള്ളൊരു സൗകര്യം അത് ചെയ്തിട്ടുണ്ട്. ഈ പുൽക്കൂട് ചെയ്യാനുള്ളൊരു മെയിൻ കാരണം ഇടവക ജനങ്ങളെ ഒന്ന് കോർത്തിണക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ഭാഗത്തുള്ളവർ ഒരുമിച്ച് വരും. യൂണിറ്റായിട്ട് ഓരോ ഭാഗം തിരിച്ചു കൊടുക്കും നമ്മൾ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരെല്ലാവരും പരസ്പരം കാണാനും സംസാരിക്കാനും അങ്ങനെ ഒരു വലിയൊരു കൂട്ടായ്മ ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റാറുണ്ട്. ഒപ്പം ഒരു ക്രിസ്മസ് കരോളും കൂടി അറേഞ്ച് ചെയ്യും. ഈ പുൽക്കൂടിന് തന്നെ ഏകദേശം ഒരു ചുരുങ്ങിയതൊരു 15 ലക്ഷം രൂപ നമുക്ക് ചിലവ് ഇതിന് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപയോളം കഴിഞ്ഞു. ഇതിൻ്റെ ചിലവെടുക്കുന്നത് പള്ളിയിൽ നിന്നല്ല, പള്ളിയിൽ അതിനുള്ള വരുമാനമൊന്നുമില്ല. അപ്പോൾ ഇതിനോട് താല്പര്യമുള്ള 1-2 വ്യക്തികളാണ് ഇതിന് വേണ്ടിയിട്ട് ഫണ്ട് ഇറക്കുന്നത്. ഈ വർഷം അത് കാരണം ഒരു 20 രൂപ എൻട്രൻസ് ഫീ വെച്ചിട്ടുണ്ട്. ആർക്കൊരു ഭാരമാകില്ല എന്നുള്ള ചിന്തയിലാണ് അത് വെച്ചിട്ടുള്ളത്. വളരെ കുറച്ച്, ഒരു തുച്ഛമായുള്ള സംഖ്യ. അപ്പോൾ അതെല്ലാവരും തരും, സഹകരിക്കുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എല്ലാവരെയും ഈ മഹാവിസ്മയം കാണാൻ, ക്രിസ്മസിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ കൊടുങ്ങ ഇടവകയിലേക്ക് കൃത്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഏകദേശം 15 ലക്ഷം രൂപയാണ് പുൽക്കൂടിനായി ഇവർ ചിലവഴിക്കുന്നത്. കഴിഞ്ഞ വർഷം 3 ലക്ഷത്തോളം പേരാണ് കൊടുങ്ങ ദേവാലയത്തിലെ പുൽക്കൂട് കാണാൻ എത്തിയത്. ഇത്തവണ അതിലേറെ കാഴ്ചക്കാരെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഡിസംബർ 24 ആരംഭിക്കുന്ന പുൽക്കൂടിന്റെ പ്രദർശനം ജനുവരി 6 വരെ നീണ്ടു നിൽക്കും. 20 രൂപയാണ് പ്രവേശന ഫീസായി ഈടാക്കുന്നത്. മരം, പോളിഫോം, ഫ്ലക്സ്, തെർമോക്കോൾ, തുണി, പേപ്പർ, വിവിധ തരം പെയിന്റുകൾ എന്നിങ്ങനെയുള്ള അസംസ്കൃത വസ്തുക്കളിലാണ് വിസ്മയ കാഴ്ചകളുടെ നിർമ്മാണം. കലാകാരന്മാർ, വെൽഡർമാർ, ആശാരിമാർ തുടങ്ങി വിവിധ മേഖലകളിലെ പ്രഗത്ഭരായ 50ഓളം പേരുടെ 2 മാസത്തെ അധ്വാനമാണ് 24 രാത്രി ദൃശ്യവിസ്മയമായി മിഴി തുറക്കുന്നതെന്ന് കലാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന 2 കൈ വീരൻചിറ സ്വദേശി ഷാൻ പറഞ്ഞു. അപ്പോൾ ക്രിസ്മസിന് എല്ലാ കൊല്ലവും ഇതേമാതിരി പുൽക്കൂട് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളാണ് ചെയ്യാറ്. നമുക്കത് തന്നെയാണ് താല്പര്യം. പണ്ട് തൊട്ടേ ചെയ്തു വന്നായിരുന്ന കാര്യം അതാണ്. പിന്നെ ഇവിടുത്തെ അച്ഛൻ എൻ്റെ വലിയൊരു സുഹൃത്താണ്. അപ്പോൾ പുള്ളി നമുക്ക് നല്ലൊരു സപ്പോർട്ട് തരാറുണ്ട്. എല്ലാ കൊല്ലവും നമുക്ക് ചെയ്യാനുള്ള സ്പേസ് തരും. നമുക്ക് കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും എല്ലാത്തിനുള്ള ഒരു അവസരം കൂടിയാണിത്. ഇവിടുത്തെ ഇടവകയിലെ ആൾക്കാരുകൾ നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് കുറച്ച് പേരുണ്ട്. അവരെല്ലാവരും നല്ല സപ്പോർട്ടാണ്. പിന്നെ കാർപ്പൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 10-15 കാർപ്പൻറ്റേഴ്സ് ഉണ്ട്.
നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അതേ രീതിയിൽ സ്ട്രക്ചർ ചെയ്ത് തരാൻ വെൽഡർമാരുണ്ട് ഇവിടെ. എല്ലാവരും നല്ല സ്കിൽഡ് ആയിട്ടുള്ള വർക്കർമാരാണ്. പിന്നെ ഇടവകയിലെ ആൾക്കാർ നല്ല ആർട്ടിസ്റ്റിക് മൈൻഡുള്ള ആൾക്കാരുകൾ ഒത്തിരി പേരുള്ളതുകൊണ്ടാണ് ഇത്രയും വലിയൊരു പുൽക്കൂട് നമുക്കിവിടെ ചെയ്യാൻ പറ്റിയത്. ഇവിടേക്കെത്തുന്ന കാഴ്ചക്കാർക്ക് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായിരിക്കും ഈ കൂറ്റൻ പുൽക്കൂടെന്നും ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നതായും കൺവീനർ ബിബിൻ തെക്കേടൻ പറഞ്ഞു. ഒരു നല്ലൊരു പ്രോജക്റ്റായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മുടെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഉണ്ട്, വെൽഡർമാരുണ്ട്, നമ്മുടെ ലോബിയസായിട്ടുണ്ട്. എല്ലാവരുടെ ഒരു ഒത്തൊരുമയാണ്. ഞങ്ങൾ മാത്രമല്ല, നമ്മൾ ഇവിടുത്തെ ഇടവകം എല്ലാ ജനങ്ങളുടെയും ഒരു വലിയൊരു പ്രോജക്റ്റിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മളിത് പോകുന്നത്. ഒരു ഗംഭീര വിജയമാക്കി തീർക്കാൻ വേണ്ടി ഞങ്ങൾ 99% പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 24-ാം തീയതി നിങ്ങൾ എല്ലാവരും വന്ന് ഇതിന് സപ്പോർട്ട് ചെയ്ത് നല്ല വിജയമാക്കി തീർക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഡിസംബർ 25 വൈകിട്ട് ഇടവകയിലെ അമ്മമാരുടെ നേതൃത്വത്തിൽ കോടാലി സെന്ററിൽ നിന്ന് ദേവാലയത്തിലേക്ക് മെഗാ കരോൾ ഫെസ്റ്റും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. പ്രതികൂലമായ കാലാവസ്ഥയെ അതിജീവിച്ച് തങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരമായി ഈ ബൃഹത്തായ സംരംഭം മിഴി തുറക്കുന്ന മണിക്കൂറുകൾക്കായി കാത്തിരിക്കുകയാണ് ഒരു നാട് മുഴുവനും. ഒപ്പം ഇതിനായി രാപ്പകൽ പ്രയത്നിച്ച കലാകാരന്മാരും. കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ ഈ അങ്കണത്തിൽ ഒരുങ്ങുന്നത് ഒരു ബ്രഹ്മാണ്ഡ സിനിമയുടെ സെറ്റിന് സമാനമായ കാഴ്ചകളാണ്. വികാരി ഫാദർ ഷിബു നെല്ലിശ്ശേരിയുടെ നിശ്ചയദാർഢ്യവും ഇടവക ജനത്തിൻ്റെ ഒത്തിണക്കവും അതുല്യ കലാകാരന്മാരുടെ വൈഭവങ്ങളും സമന്വയിക്കുന്ന ഈ മനോഹര കാഴ്ച നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് ഒരു വലിയ അനുഭൂതിയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഡിസംബർ 24-ന് ആരംഭിച്ച് ജനുവരി 6 വരെ നീളുന്ന ഈ വിസ്മയ കാഴ്ചകൾ ആസ്വദിക്കാൻ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ്. ക്യാമറാമാൻ ലിജീഷിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.